പ്രൈസലോ. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. യഹോവ മോശയോടും അഹരോനോടും, ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പിനെന്ന് പറഞ്ഞ നീ അഹരോനോട് നിന്റെ വടിയെടുത്ത് ഫറവോൻ്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം, അതൊരു സർപ്പമായി തീരും എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹരോനും ഫറവോൻ്റെ അടുക്കൽ ചെന്നു യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹരോൻ തൻ്റെ വടി ഫറവോൻ്റെ അവൻ്റെ ഭൃത്യന്മാരുടെ മുമ്പാകെ നിലത്തിട്ടു, അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രൈമി മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവർ ഓരോരുത്തൻ താന്താൻ്റെ വടി നിലത്തിട്ടു, അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ഇവിടെ യഹോവയായ ദൈവം പറഞ്ഞിട്ട് മോശയും അഹരോനും ഫറവോൻ്റെ മുന്നിൽ കാണിച്ചതായ ഒരു അത്ഭുതത്തെയാണ് വായിക്കുവാനിടയായത്. അവിടെ യഹോവ മോശയോടും അഹരോനോടും, ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പിൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിൻ്റെ വടിയെടുത്ത് ഫറവോൻ്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം, അത് സർപ്പമായി തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞിട്ടാണ് മോശയും അഹരോനും ഈ അത്ഭുതം ഫറവോൻ്റെ മുന്നിൽ കാണിക്കുവാനായിട്ട് പോയത്. അപ്പോൾ അത്ഭുതം കാണിക്കുന്നതിലൊന്നും ദൈവം എതിരല്ല. അത്ഭുതം കാണിക്കാൻ ദൈവം കൃപ തരാതെ ഒരു വ്യക്തികൾക്കും അത്ഭുതം കാണിക്കാൻ പറ്റത്തില്ല. ദൈവത്വത്തെ തെളിയിക്കുന്നതാണ് അത്ഭുതം. ദൈവം പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ ഫറവോൻ്റെ മുന്നിൽ ദൈവം ജീവനുള്ള ദൈവമാണെന്നും ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ദൈവത്തിൻ്റെ ദൈവത്വത്തെ തെളിയിക്കുന്നതിനും വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്യുന്നത്, അത്ഭുതങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഇസ്രായേൽ ജനം വെറുതെ ഒരു മോശയും അഹരോനും വന്ന് പറഞ്ഞു എന്ന് കരുതി ഇസ്രായേൽ ജനം ഇറങ്ങിത്തിരിക്കുമോ? ഇറങ്ങിത്തിരിക്കത്തില്ല. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ മുന്നിലും അവർക്ക് ദൈവത്തെ അറിയാം, പക്ഷേ മോശയുടെ കൂടെ ദൈവമുണ്ടോ എന്നുള്ളത് ഇസ്രായേൽ ജനങ്ങൾക്ക് ബോധ്യം വരുത്തുന്നതിന് വേണ്ടി മോശയിലൂടെയും അഹരോനിലൂടെയൊക്കെ ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ ഇസ്രായേൽ ജനത്തിന് കാണിക്കുവാനിടയായി തീർന്നു. അവരെ ദൈവത്തിൽ അവരെ ഉറപ്പിക്കുവാനിടയായി. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവസഭയെ ഉറപ്പിക്കുന്നതിനും ദൈവമക്കളെ ഉറപ്പിക്കുന്നതിനും ദൈവത്വത്തെ തെളിയിക്കുന്നതിനും ദൈവം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളത് ജാതികളുടെ ഇടയിൽ തെളിയിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്, അത്ഭുതങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവം പഴയ പുതിയ നിയമ പുസ്തകത്തിലും നമുക്ക് നോക്കുമ്പോൾ അവിടെ ഒത്തിരി അത്ഭുതങ്ങൾ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കാണാൻ കഴിയും. അപ്പോസ്തലന്മാരിലൂടെ ദൈവം ചെയ്തത് കാണാൻ കഴിയും. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലും ഒത്തിരി അഭിഷിക്തന്മാരിലൂടെ ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നുണ്ട്. ദൈവം അത്ഭുതത്തിന് എതിരല്ല. നമ്മുടെ ദൈവം അത്ഭുതത്തിന് എതിരല്ല. അതിന് തെളിവാണ് ദൈവം മോശയോടും അഹരോനോടും വ്യക്തമായി പറയുന്നു, ഫറവോൻ നിങ്ങളോട് ഒരത്ഭുതം കാണിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾ കാണിക്കണം, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ മോശയും അഹരോനും ദൈവത്തിൻ്റെ വാക്ക് കേട്ടു, ഫറവോൻ്റെ അടുക്കൽ പോയി. അപ്പോൾ ഫറവോന് അത്ഭുതം കാണിക്കാൻ പറഞ്ഞു. അത്ഭുതം കാണിക്കാൻ വടി നിലത്തിട്ടു, വടി പാമ്പായി തീർന്നു, സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ദൈവത്തിന് മാത്രമല്ല, ഞങ്ങൾക്കും അത്ഭുതം കാണിക്കാൻ കഴിയും. ഫറവോൻ വിളിച്ചു, മന്ത്രവാദികളെയൊക്കെ വിളിച്ചു, അവരോടും പറഞ്ഞു. അവരും അവരുടെ വടി നിലത്തിട്ടു, അതും സർപ്പമായി തീർന്നു. അപ്പോൾ ആകെ മോശയും അഹരോനും വിഷമിച്ചിട്ടുണ്ടാകാം, ഒരു പക്ഷേ വിഷമിച്ചിട്ടുണ്ടാകാം. ഞാനാണെങ്കിൽ വിഷമിക്കുമായിരുന്നു. കർത്താവേ, ദൈവമേ, നിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്തത്. ഇപ്പോൾ ഞങ്ങളിവിടെ ലജ്ജിച്ചു പോയി, ഞങ്ങളുടെ തല കുനിഞ്ഞു പോയി, ഞങ്ങൾ അപമാനിക്കപ്പെട്ടു, ഞങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. കർത്താവേ,
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഞങ്ങളുടെ വടിയും ഞങ്ങളുടെ പാമ്പും നിൽപ്പുണ്ട്, അവരുടെ പാമ്പ് നിൽക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയത്തില്ല. ദൈവമേ, ഇതിനകത്ത് ഞങ്ങളുടെ തല കുനിഞ്ഞല്ലോ, ഞങ്ങൾ ലജിച്ചു പോയല്ലോ, ഞങ്ങൾ നാണം കെട്ടു പോയല്ലോ, ഇങ്ങനെയൊക്കെ ഞാനായിരുന്നു ഈ പറയുമായിരുന്നു. പക്ഷേ മോശെ അഹരോനൊന്നും പറഞ്ഞതായിട്ട് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. പക്ഷേ ദൈവം എന്ത് ചെയ്തിട്ടില്ല, ദൈവം ലജ്ജിപ്പിച്ചില്ല. ദൈവം ഫറവോനെ, അഹരോനെയും മോശയും ലജ്ജിപ്പിച്ചില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുവാനിടയായിത്തീർന്നു. അവിടെ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു. എന്താ അവിടെ സംഭവിച്ചത്? അവിടെ മന്ത്രവാദികളുടെ സർപ്പങ്ങളെയെല്ലാം അഹരോൻ്റെ സർപ്പം വിഴുങ്ങിക്കളഞ്ഞു. അവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടപ്പോൾ മോശയുടെയും അഹരോൻ്റെയും നാമവും മഹത്വപ്പെട്ടു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ അവർക്ക് എന്തുണ്ടാവും? അഭിമാനം ഉണ്ടാവും. അപ്പോൾ ദൈവനാമത്തിൽ നമുക്ക് എന്തെങ്കിലും അപമാനങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവനാമത്തിൽ എന്തെങ്കിലും വേദനകൾ നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നൊരു സമയമുണ്ട്. ഞാൻ ചിന്തിക്കുന്നു, ഒരല്പസമയം മോശയും അഹരോനും ഒന്ന് പതറിയിട്ടുണ്ടാകാം, മനസ്സൊന്ന് പിടച്ചിട്ടുണ്ടാകാം. ദൈവമേ, നീ പറഞ്ഞിട്ടാണല്ലോ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, മോശ എല്ലാ കാര്യത്തിനും ഞാൻ വരുന്നില്ല കർത്താവേ, എനിക്ക് പറ്റത്തില്ല, എൻ്റെ നാവ് തടിച്ചതാണ്, ഞാൻ വിക്കുള്ളവനാണ്, നീ വേറെ ആരെങ്കിലും നോക്കിക്കോ, ഇതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല, അവരുടെ മുന്നിൽ പോകാനൊന്നും ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മോശ നല്ലവണ്ണം ഒഴിഞ്ഞു മാറിയ മനുഷ്യനാണ്. പക്ഷേ ദൈവത്തിൻ്റെ നിർബന്ധം വന്നിട്ടാ മോശ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത്. അപ്പോൾ മോശ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകും, കർത്താവേ, ഞാൻ അപ്പോഴേ പറഞ്ഞതായി പരിപാടിക്ക് ഞാനില്ല എന്ന്, ഞാൻ അപ്പോഴേ പറഞ്ഞതായി പരിപാടിക്ക് ഞാൻ വരുന്നില്ല എന്ന്, നീ എന്നിട്ട് എന്നെ നിർബന്ധിച്ച് അയച്ചു എന്നൊക്കെ മനസ്സിൽ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീർന്നു. എന്താ അവിടെ സംഭവിച്ചത്? അവിടെ അഹരോൻ്റെ സർപ്പം മറ്റുള്ള എല്ലാ സർപ്പങ്ങളെയും വിഴുങ്ങി. അവിടെ അഹരോൻ്റെ സർപ്പം അവിടെ ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുന്നതായിട്ട് കണ്ടു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് പറഞ്ഞിട്ട് ദൈവനാമത്തിന് വേണ്ടി വേദപുസ്തകവും എടുത്ത് ചിലതൊക്കെ സഹിച്ച്, ചിലതൊക്കെ വേണ്ടാന്ന് വച്ച്, ചില അപവാദങ്ങളൊക്കെ കേട്ട്, ചില പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്തൊക്കെയോ ചിലതൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിച്ച നമ്മുടെ ജീവിതത്തിൽ, ഇങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിച്ചവരുടെ ജീവിതത്തിൽ തൽക്കാലം ഒരു നിമിഷം ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കുവാനുള്ള അവസരമൊക്കെ വന്നെന്നിരിക്കാം. കർത്താവേ, ഞാൻ പെട്ടുപോയതാണോ? കർത്താവേ, എൻ്റെ ജീവിതത്തിലൊരു വിടുതലില്ലേ? ദൈവമേ, ഈ മരണകരമായ അവസ്ഥയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലേ? ദൈവമേ, ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റത്തില്ലേ? ഇങ്ങനെയൊക്കെ ഒരു നിമിഷം ചിന്തിച്ചു പോയാൽ അടുത്ത നിമിഷം അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ മാനിക്കപ്പെടുവാനിടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ദൈവമക്കളായ നമ്മൾ മാനിക്കപ്പെടുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ മാനിക്കപ്പെടുവാനിടയായിത്തീരും. നമ്മുടെ കുടുംബം മാനിക്കപ്പെടുവാനിടയായിത്തീരും. നമ്മുടെ സഭ മാനിക്കപ്പെടുവാനിടയായിത്തീരും. ഇവിടെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം മോശയുടെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ, ആ ഫറവോൻ്റെ മുന്നിൽ വെളിപ്പെട്ടപ്പോൾ മോശയും അഹരോനും മാനിക്കപ്പെടുവാനിടയായിത്തീർന്നു. ഒരു നിമിഷം മുന്നേ അവിടെ അപമാനിതരായി നിന്നു. ഇവിടെ വന്നു വളരെ വലിയ ദൈവത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു, അത്ഭുതമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് ഫറവോൻ്റെ ആൾക്കാരും ഇങ്ങനെ ചെയ്തിട്ട് അവരെല്ലാവരും കൂടെ ഒത്തിരി പരിഹസിച്ചിട്ടുണ്ടാകാം. ഇവനിങ്ങനെ ആൾ കളിക്കാൻ വന്നു, ഇവനിങ്ങനെ അത്ഭുതം ചെയ്തു, ഞങ്ങൾക്ക് ഇതൊക്കെ പറ്റുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ പരിഹസിച്ചിട്ടുണ്ടാകാം. അതിനകത്ത് അവിടെ
പെട്ടെന്നൊന്ന് വിഷമിച്ചു പോയെങ്കിലും ആ വിഷമത്തെ, ആ നിന്നയെ ദൈവം എന്ത് ചെയ്തു? ആ നിന്നയെ ദൈവം എന്ത് അഭിമാനമാക്കി, ആ അപമാനത്തെ ദൈവം അഭിമാനമാക്കി മാറ്റി, ആ വിഷമത്തെ ദൈവം സന്തോഷമാക്കി മാറ്റി, ആ വേദനയെ ദൈവം ഭയങ്കര ഒരു ആശ്വാസമാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ കടന്നു വന്നാലും അതിനകത്ത് നാം തളർന്നു പോകേണ്ട ആവശ്യമില്ല. കുറച്ച് സമയത്തേക്ക്, കുറച്ച് നിമിഷത്തേക്ക്, ചില ദിവസങ്ങളിൽ, ചില വർഷങ്ങളിൽ നാം കുനിഞ്ഞിരിക്കേണ്ടി വന്നാലും ദൈവം നമ്മെ നിവർത്തുവാനിടയായിത്തീരും. ചില ദിവസങ്ങളിൽ നാം അപമാനിക്കപ്പെടേണ്ടി വന്നാലും ദൈവം നമ്മെ മാനിക്കും. ചില സമയങ്ങളിൽ നാം വേദനിക്കേണ്ടി വന്നാലും നമുക്ക് ദൈവം ആശ്വാസം തരും. നാം കർത്താവിൻ്റെ വാക്ക് കേട്ടാണ് ഇറങ്ങി തിരിച്ചെങ്കിൽ ഇവിടെ ആദ്യ ഭാഗത്ത് പറയുന്നു, യഹോവ മോശയോടും അഹരോനോടും ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പിനെന്ന് പറഞ്ഞാൽ, അപ്പോൾ യഹോവ പറഞ്ഞിട്ടാണ് അവരിറങ്ങി തിരിച്ചത്, ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ടാണ് അവർ ഇറങ്ങി തിരിച്ചത്. ആദ്യ ഭാഗത്ത് അത് വ്യക്തമായിട്ട് പറയുന്നു, ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ടാണ് അവരിറങ്ങി തിരിച്ചത്. ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവചനത്തെ മുറുകെ പിടിച്ചാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും നാം പരാജയപ്പെടേണ്ടി വരത്തില്ല. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്പനേരത്തേക്കുള്ള കഷ്ടതയുണ്ടെങ്കിലും ദൈവം അത് അത്ഭുതമാക്കി നമ്മുടെ ജീവിതത്തെ ദൈവം മാറ്റും. കർത്താവ് അത്ഭുതത്തിനൊന്നും എതിരല്ല. ദൈവം അത്ഭുതം കാണിക്കുക നമുക്ക് ദൈവം കൃപ തരികയാണെങ്കിൽ, മോശയെ അഹരോനെയും കൊണ്ട് ചെയ്യിച്ചതുപോലെ ദൈവം നമുക്ക് കൃപ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ സാധിക്കണം. കാരണം ദൈവനാമ മഹത്വത്തിന്, ദൈവസഭയെ ഉറപ്പിക്കുവാൻ, ജാതികളെ നേടുവാൻ യേശു കർത്താവ് ഒത്തിരി അത്ഭുതം ചെയ്തു. മരിച്ചവരെ ഉയർപ്പിച്ചു. കർത്താവ് ഒത്തിരി മുടന്തന്മാർ, കർത്താവിൻ്റെ ശുശ്രൂഷയെ വിടുതൽ പ്രാപിച്ചവരെ പറയണോ? ബൈബിളിലൊന്നും എഴുതിയാൽ തീരാത്ത കണക്കിന് യേശുവിലൂടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ബൈബിളിൽ എഴുതിയിട്ടുള്ളത്. അപ്പോസ്തലന്മാരിലൂടെ ഒത്തിരി അത്ഭുതങ്ങൾ അപ്പോസ്തലന്മാരുടെ ദൈവം ചെയ്തു. സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ മുന്നിൽ മുടന്തനായിരുന്ന മനുഷ്യനെ ക്ഷണത്തിൽ കൈക്ക് പിടിച്ച് പത്രോസ് യോഹന്നാൻ എഴുന്നേൽപ്പിച്ചു. മരിച്ചുപോയ യൂത്തിക്കോസ് എന്ന മനുഷ്യനെ പൗലോസ് പ്രാർത്ഥിച്ചു, ജീവൻ കൊടുത്തു. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ പറഞ്ഞു തീരാൻ പറ്റാത്ത നിലവാരത്തിൽ അത്ഭുതങ്ങൾ ദൈവം സഭയിൽ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഒത്തിരി അഭിഷിക്തന്മാരിലൂടെ ദൈവം, ഒത്തിരി ദൈവമക്കളിലൂടെ ദൈവം അത് ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നു. ഒത്തിരി ജാതികളൊക്കെ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ കണ്ടാലേ ചിലരൊക്കെ വരത്തുള്ളൂ. ചിലർക്കൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വിടുതലൊക്കെ ലഭിച്ചാലേ ചിലർക്ക് ദൈവസന്നിധിയിൽ വരത്തുള്ളൂ. അവർക്കൊന്നും ഇങ്ങനെ പറഞ്ഞാലൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. എല്ലാവരുടെയും മുന്നിൽ ദൈവം ഇങ്ങനെ പൗലോസിൻ്റെ അടുത്ത് ഇറങ്ങി വന്നതുപോലെ ഓരോ മനുഷ്യൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കാഴ്ച ശക്തി നഷ്ടപ്പെടുത്തിയും താഴെ തള്ളിയിട്ടോ ഇങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി വന്ന് പൗലോസിനെ പിടിച്ചതുപോലെയൊന്നും പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവ് അതിനു വേണ്ടി നമുക്ക് ദൈവം കൃപ തന്നിട്ടുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് അത്ഭുതങ്ങൾ കാണിക്കുവാൻ, അടയാളങ്ങൾ കാണിക്കുവാൻ, വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ, ഇതൊക്കെ നമുക്ക് വേദപുസ്തകത്തിൽ നമുക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കാം. ദൈവനാമത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.